ബാങ്കിംഗ് ഐ ടി വിദഗ്ധൻ അബ്ദുൽ സലാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് പോകും മുമ്പ് ആ, വിശ്വപുത്രാന്ത ശക്തി ബോധി, അതായത് ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മാറുന്നു. അതായത് ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള കള്ളപ്പണത്തിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ കള്ളപ്പണത്തിൽ കാര്യമായ രീതിയിലുള്ള പ്രകടമായ ഒരു മാറ്റത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഭീകരവാദം, കള്ളനോട്ട്, അതിലൊന്നും ഒരു ചലനമുണ്ടാകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തലം മാറ്റുന്നു. ഒരു ക്യാഷ്ലെസ് ഇക്കോണമി അത് കൊണ്ടുവരുന്നു, അതിലേക്ക് നമുക്ക് പോകാമെന്ന പ്രഖ്യാപനത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഇക്കാര്യത്തിൽ ക്യാഷ്ലെസ് ഇക്കോണമി, അതായത് ഈ പണമില്ല, കറൻസി രഹിത സമ്പദ്ഘടനയിലേക്ക് മാറാൻ പര്യാപ്തമായ സാഹചര്യമാണോ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത്? തീർച്ചയായിട്ടും അല്ല. അത് ഇന്ത്യ രാജ്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ധാരണയില്ലാത്ത ഒരു വമ്പ് പറച്ചിലാണ്. ഇങ്ങനെ ആവശ്യത്തിന് നുണ പറഞ്ഞ് ഈ ചോദ്യം ചെയ്യപ്പെടാൻ ആളുകളില്ലാത്ത വേദികളിൽ മാത്രം സംസാരിച്ച് ആക്രോശിച്ച് ശീലിച്ച ഒരു നേതൃത്വമാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള RSS നേതൃത്വത്തിനുള്ളത്. അവർ പരസ്യമായിട്ടുള്ള ശരിയായ സംവാദത്തിലേക്ക് വരില്ല. ഇപ്പോൾ ജോർജ് കുര്യൻ തന്നെ പറഞ്ഞത് എന്താണ്? അഖിലേന്ത്യാ പാർട്ടിയാണ് BJP. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ ഏതോ ഒരു മണ്ടൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ എത്ര ദിക്കിൽ അങ്ങനെ ഒരു ബോർഡ് കാണിച്ചു തരാൻ പറ്റും? കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കേരളത്തിൽ നരേന്ദ്രമോദിയുടെ നോട്ട് അസാധുവാക്കൽ നടപടി രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമാണ്, അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് BJPക്കാർ എത്ര ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര ബോർഡുകൾ വെക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഓരോ നേരത്ത് ഓരോന്ന് പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനത്തെ സ്ഥലത്ത് മാത്രം സംസാരിക്കുക. അതാണ് RSSൻ്റെ ഫാഷിസ്റ്റ് സംസ്കാരം. അതിനോട് ഒരു തരത്തിലും രാജിയാവാൻ വയ്യ. പരസ്യമായിട്ടുള്ള ചർച്ചയ്ക്കാണെങ്കിൽ തയ്യാറാണ് ഏത് വിഷയത്തെക്കുറിച്ചും. താങ്കളിലേക്ക് മടങ്ങിയെത്താം. വളരെ അതിന് മറുപടി ശ്രീ ജോർജ് കുര്യൻ എന്തായാലും നൽകും. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അബ്ദുൽ സലാം കൂടി IT വിദഗ്ധൻ നമ്മോടൊപ്പം ഉണ്ട്. അതായത് ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പോകാൻ, അതായത് ഒന്ന് ആലോചിക്കണം. അതായത് 4/1 ജനങ്ങൾ നിരക്ഷരർ, അതിൽ 41% കുടുംബങ്ങൾ ഒരു ബാങ്കിങ് സേവനം ഇതുവരെയും ലഭ്യമാകാത്ത ഒരു സാഹചര്യം. കമ്പ്യൂട്ടർ തന്നെ എത്രത്തോളം ആളുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉപയോഗിക്കുന്നു, ആ രീതിയിലൊക്കെ ചിന്തിച്ചാൽ കറൻസി രഹിത ഇക്കോണമി അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം പറയുന്നത് കള്ളപ്പണം, അതിനുശേഷം ഓരോ തലങ്ങൾ മാറി വീണ്ടും ഒരു ക്യാഷ്ലെസ് ഇക്കോണമി, അതാണ് ലക്ഷ്യമെന്ന തലത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ആ പറച്ചിലിനകത്ത് തന്നെ ഒരു ലൂട്ടിംഗ് ഉണ്ട്, ആ പറച്ചിലിനകത്ത് തന്നെ ഒരു കള്ളക്കച്ചവടമുണ്ട്. അമേരിക്കയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വലിയ വലിയ സാമ്പത്തിക രംഗത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അവരൊക്കെ തകർന്നപ്പോഴും ഇന്ത്യ തകർന്നില്ല, നമ്മൾ പിടിച്ചു നിന്നാണ്. പക്ഷേ വളരെ ബുദ്ധിപരമായി ഇതിനകത്ത് ഇത് ചെയ്യേണ്ട ആൾ തന്നെ കയറി ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഇത് പൊളിഞ്ഞുപോയി. ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക് ഞാനിതിനകത്തൊരു ലഘുവാഴ്ച ഒരു രാഷ്ട്രീയം കാണും. ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇനി നരേന്ദ്രമോദി ഇന്ത്യ ഗവൺമെൻറ് ഏത് നോട്ടടിച്ചാലും അതിനകത്ത് മഹാത്മാഗാന്ധിനെ പടം വയ്ക്കേണ്ടി വരും. ക്യാഷ്ലെസ് സൊസൈറ്റി ആകുമ്പോൾ ഇനി മഹാത്മാഗാന്ധിനെ പടം വയ്ക്കേണ്ടി വരുമല്ലോ. ഞാനൊരു പെറ്റി ചിന്തയാണ്, എൻ്റെ ഒരു ചെറിയ ചിന്ത, ഒരു ലഘു ചിന്ത കിടന്നോട്ടെ. കാര്യം എപ്പോഴെങ്കിലും ഇത് ഉപകരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞിട്ടേക്കുന്നതാണ്. ഇനി ഈ ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് നമുക്ക് ജോർജ് കുര്യനും ഞാനൊക്കെ വല്ലപ്പോഴൊക്കെ ബാർബർ ഷാപ്പിലൊക്കെ പോകുന്ന ആളാണ്. അവിടെയും കൊണ്ടേ ഉരയ്ക്കണ്ടേ. ഈ ഉരയ്ക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഈ നോട്ടിലൊരു ഒപ്പിട്ടിട്ടൊരു സത്യവാചകം പറഞ്ഞിട്ടുണ്ട്. 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപയ്ക്കകത്ത് ഇതിൻ്റെ മൂല്യം 2000 രൂപയ്ക്ക് മൂല്യം ഇത്ര രൂപയാണ്, ഇത്രയും രൂപ ഞാൻ കൊടുത്തിരിക്കും, ഇത് കൈവശം ഇരിക്കുന്നയാൾ കൊടുത്തിരിക്കുമെന്നാണ്. ഞാനിതങ്ങോട്ട് ക്യാഷ്ലെസ് സൊസൈറ്റി കാർഡ് വരയ്ക്കുമ്പോഴേ കോർപ്പറേറ്റിൻ്റെ ഖജനാവിലേക്കാണ് ഇതിൻ്റെ കമ്മീഷൻ പോകുന്നത്. ഗവൺമെൻറ് പറഞ്ഞത് ഇപ്പം ATM കാർഡ് ഒരിച്ച് പൈസ എടുക്കുന്നവർക്കൊന്നും അല്ല കമ്മീഷൻ പോയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയോ? എടുത്തവർക്ക് അതായത് സർവീസ് ടാക്സിൽ സർവീസ് ടാക്സ് കൊള്ള കോർപ്പറേറ്റ് കൈകളിൽ പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കൊള്ള, നമ്മുടെ നാട്ടിലുള്ള എത്ര മുറുക്കാൻ കട, പലവ്യഞ്ജന കട ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. 2-3 ജീവനക്കാരെ വെച്ച് നടത്തുന്ന പലവ്യഞ്ജന കടയിൽ ഇപ്പം മുതലാളി മാത്രം. കാര്യം തൊഴിലാളി നിർത്തിയാൽ മുതലാളിയുടെ വീട് പട്ടിണിയാവും, കച്ചവടം നടക്കുന്നില്ലല്ലോ. അപ്പം മുറുക്കാൻ കട, പലവ്യഞ്ജന കട അടക്കമുള്ള താഴെയുള്ള കടകളെല്ലാം വെട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക്
വലിയ മാർക്കറ്റിൽ പോയി ഉരച്ച് പലവ്യഞ്ജനം മേടിക്കാം, പച്ചക്കറി മേടിക്കാം, മീൻ മേടിക്കാം എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എന്തൊക്കെ ശാസ്ത്രീയത്തോടെ ചെന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരർത്ഥത്തിൽ പുച്ഛിക്കുകയാണ് ജനങ്ങളെ. അതെ, അതായത് താങ്കൾ IT മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്യാഷ്ലെസ് ഇക്കോണമിക്ക് പര്യാപ്തമായ സാഹചര്യങ്ങളല്ല ഇന്ത്യയിലുള്ളത്. പക്ഷേ എന്ന് ചോദിച്ചാൽ അതിലേക്ക് മാറണം, വർഷങ്ങൾ എടുത്തേക്കാം. അടിസ്ഥാന സൗകര്യങ്ങൾ തലം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ചുവരില്ലാതെ ചിത്രം വരയ്ക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതിൽ പോലും നിഗൂഢത കാണേണ്ടതല്ലേ ശ്രീ അബ്ദുൽ സലാം? നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഈ സംസാരിക്കുന്ന നിങ്ങളുടെ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആരും മനസ്സിലാക്കുന്നില്ല. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞ ക്യാഷ് രഹിത ഫെസിലിറ്റി ആണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ്ലെസ് സംവിധാനം എന്ന് പറയുന്നത് പണം കുറവുള്ള സംവിധാനം എന്നാണ് അർത്ഥം. ഈ രാജ്യത്ത് കറൻസി നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ. തങ്കച്ചൻ ശ്രീ അദ്ദേഹം RBI ബാങ്കിംഗ് മേഖലയിലെ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു അഡ്വൈസർ ആയതുകൊണ്ട് ഇടപെട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. 9,075 കോടി രൂപയുടെ നോട്ടുള്ള സ്ഥലത്ത് നിന്ന് 2,400 കോടി രൂപ പിൻവലിച്ചു. 45 ദിവസം കൊണ്ട് 2,800 കോടി നോട്ടുകൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ പറയാൻ പറയും ഇത് ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്കാണ് പോകുന്നതെന്ന്? 45 ഡേയ്സ്, 45 ദിവസം 2,400 കോടി നോട്ടുകൾ പിൻവലിക്കുന്നു, 2,280 കോടി നോട്ടുകൾ സിസ്റ്റത്തിലേക്ക് ഇറക്കുന്നു. 1 ആയാലും 2 ആയാലും 5 ആയാലും കറൻസി നോട്ട് അച്ചടിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ വരെയാണ് 9,000 അത് നിലനിൽക്കുന്നു. വി ആർ ടോക്കിംഗ് ദാറ്റ് വി ആർ ഗോയിങ് ടു ക്യാഷ്ലെസ്. യെസ്, താങ്കൾ കേട്ട് കാണും ശ്രീ അബ്ദുൽ സലാം. ഞാൻ പറയട്ടെ, ക്യാഷ്ലെസ് സംവിധാനം എന്നതുകൊണ്ട് ഏത് രാജ്യത്താണെങ്കിലും അത് ഏത് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും ഉദ്ദേശിക്കുന്നത് പണരഹിത സംവിധാനം എന്നല്ല, പകരം പണം കുറച്ചു കൊണ്ടുവരിക ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ളൊരു സംവിധാനമാണ്. ഒരു രാജ്യവും 100% ക്യാഷ്ലെസ് എക്കോണമി ഇല്ല. നിങ്ങൾ ഏത് ഡെവലപ്ഡ് കൺട്രി ഗുണഫലം ഏത് മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ശ്രീ അബ്ദുൽ സലാം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് 80 കോടി അല്ലെങ്കിൽ 72 കോടി ഡെബിറ്റ് കാർഡുകളും 2.5 കോടി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ നിരവധി, ഇപ്പൊ നിങ്ങൾ IRCTC-യിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. IRCTC-യിൽ നമ്മൾ കാർഡ് വെച്ച് IRCTC-യിൽ ഒരു ദിവസം ബുക്ക് ചെയ്യപ്പെടുന്ന ടിക്കറ്റുകളുടെ എണ്ണം 13 ലക്ഷം 15 ലക്ഷമാണ്. ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള ഉപരിവർഗം മാത്രമാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിന് മുന്നിൽ നിൽക്കുന്ന ജനങ്ങളൊക്കെ ഉപരിവർഗക്കാരാണോ? സാധാരണ അതിലേക്ക് മാറണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പറയാണ്. അതിലേക്ക് നിങ്ങൾ മാറൂ, അതായത് മറ്റെല്ലാം കൈമലർത്തി അതിലേക്ക് മാറൂ, നിങ്ങൾ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിക്കൂ അല്ലെങ്കിൽ PTM സംവിധാനത്തിലേക്ക് വരൂ എന്നൊരു പ്രധാനമന്ത്രി രാജ്യത്തെ സാധാരണക്കാരോട് പറയുമ്പോൾ അതിലെ ഔചിത്യമില്ലായ്മയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇല്ല, അതിനകത്ത് അങ്ങനെ അല്ലല്ല, ഞാൻ അബ്ദുൽ സലാം താങ്കളിലേക്ക് വരാം. ഫാദർ തോമസ് പീലിയാനിക്കൽ, താങ്കളുടെ നാട്ടിലുള്ള തീരദേശ മേഖലയിലെ കർഷകരൊക്കെ തന്നെ കാർഡ് വരയ്ക്കാൻ പര്യാപ്തരാണോ? നമ്മളെ ഇപ്പോഴീ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് നമ്മൾ സാവകാശം ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പം മനുഷ്യനെ സംബന്ധിച്ചോളം, പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം, കൂലിപ്പണിക്കാരെ സംബന്ധിച്ചോളം, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, ഈവൻ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരെന്നൊക്കെ പറയുന്നവർക്ക് കറൻസിയാണ് ഇപ്പോഴും അവരുടെ കയ്യിൽ ദിവസവും വേണ്ടത്. ഇന്നത്തെ കാശ്, ഇന്ന് കിട്ടുന്ന കാശ് കൂടി ഇന്ന് ചിലവഴിക്കുന്നു. മറ്റത് വേറൊരു മേഖലയിലെ കാര്യങ്ങളാണ്. നമുക്കത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. രണ്ടാമത്, ഇന്ന് പ്രായമായ ആളുകളെ സംബന്ധിച്ചോളം ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഇതെല്ലാം ഉപയോഗിക്കുക. ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇത് പ്രാപ്യമാണ്, അതിലേക്ക് നീങ്ങട്ടെ, നല്ല കാര്യമാണ് പ്രധാനമന്ത്രി നിർദ്ദേശം. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ഈ കറൻസി പിൻവലിച്ചപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖല ഉണ്ടായിരുന്നു. ദിവസവും അടുക്കളയിലേക്ക് ഭക്ഷ്യസാധനം ഉൽപ്പാദിപ്പിച്ച് തരുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ നമ്മളെ പാല് തരുന്നവരെ, മുട്ട തരുന്നവരെ, പഴം, പച്ചക്കറി, മത്സ്യം, ഈ അരി, അപ്പോൾ ഈ വിഭാഗം ആളുകളാണ് ഇന്ന് പ്രതിസന്ധിയിലായത്. ഉൽപ്പാദന മേഖല അവിടെ സ്തംഭിച്ചിരിക്കുന്നു. അവർക്ക് കയ്യിൽ പണമില്ല, അവർക്ക് കൃഷി തുടരാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ കേരളത്തിലെ നെൽകൃഷി മേഖലയിലായാലും കൃഷി ഇറക്കുന്നൊരു കാലഘട്ടമാണ്. കൃഷി ഇറക്കി വളം വാങ്ങാൻ കാശില്ല. സഹകരണ ബാങ്കുകളിൽ നിന്നാണ് എല്ലാവരും വായ്പ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് സ്തംഭിച്ച് പോയപ്പോൾ വളം വാങ്ങാൻ നിവൃത്തിയില്ല, കീടനാശിനി വാങ്ങാൻ നിവൃത്തിയില്ല, കളനാശിനി വാങ്ങാൻ നിവൃത്തിയില്ല. അവസാനം ഈ കൃഷി അവസാനം 1 വർഷം കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്ന. ഉത്പാദനം താഴോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കടപ്പുറത്ത് മീൻ പിടിക്കുന്നവർക്ക് അത് നാമമാത്ര വിലയ്ക്ക് ഈ മീൻ കൊടുക്കേണ്ടി വരുന്ന ആർക്കും വേണ്ട, വാങ്ങാൻ ആളുടെ കാശില്ല.
ഇവിടെ ചെറിയ നോട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ പോയേനെ. 500-ൻ്റെ നോട്ടായിരുന്നു ധാരാളമായി വേണ്ടിയിരുന്നത്. ഒരു അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരന് 500 രൂപയുടെ കൂലിക്ക് കൊടുക്കണമെങ്കിൽ 2000 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് തീർച്ചയായും അതാണ് ഇങ്ങനെയുള്ള ശ്രീ ജോർജ് കുര്യൻ. അതായത് ഈ വാലറ്റ് കമ്പനികളൊക്കെ തന്നെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു ഈ മേഖലയിലേക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഇടപെടലാണ്. എനിക്ക് ശരത്ചന്ദ്ര പ്രസാദിനും അറിയാം. കാരണം പെട്ടെന്ന് പണമില്ലെങ്കിൽ ആ രീതിയിലേക്ക് വരികയാണ് ഈ വാലറ്റ്, പേടിഎം, ഇതൊക്കെ. ഈ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അവസ്ഥകൾ മാറാതെ ഒരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക്, പാറയടിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയായ ഒരു നടപടിയാണ്. കാരണം അദ്ദേഹം ചോദിച്ചത് അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഒരു പക്ഷേ രോദനങ്ങളാണ്. നല്ല കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, അത് ലോങ് റണ്ണിങ്ങിൽ സാധ്യമാണ്. പക്ഷേ അതിനുള്ള തലം മെച്ചപ്പെടുത്തിയിട്ട് വേണ്ടിയിരുന്നില്ലേ? അല്ല, ഈ അബ്ദുൽ സലാമിനെ ചീത്ത പറഞ്ഞ് ഓടിക്കണ്ടായിരുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. മറുപടി കിട്ടുമായിരുന്നു. അബ്ദുൽ സലാം ടെലിഫോൺ ഞാൻ പറയാം. ഈ ഒന്ന് പറഞ്ഞു നരേന്ദ്രമോദി നവംബർ മാസം 8-ാം തീയതി ക്യാഷ്ലെസിനെ പറ്റി പറഞ്ഞില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ രജീഷേ, ഇതാ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന്, ഡിജിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇനി നോട്ടൊന്നും വരില്ല. ജനങ്ങളെ ഇളക്കാൻ നിക്ക്. പ്രധാനമന്ത്രി എപ്പോഴാ പറഞ്ഞത്? ജനങ്ങൾ സ്വയം POS ഒക്കെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു 20% ആൾക്കാർ കൂടുതലായിട്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും നോട്ട് അടിക്കണ്ട ഡിജിറ്റൽ. നമ്മുടെ റെയിൽവേയിൽ അബ്ദുൽ സലാം പറഞ്ഞല്ലോ, 60% ആൾക്കാർ ഓൺലൈനാണ് എടുക്കുന്നത്. മുഴുവൻ ഭയങ്കര വിദ്യാഭ്യാസവും പണക്കാരും ടാറ്റായും ബിർളയും എല്ലാം ട്രെയിനിലാണ് പോകുന്നത്. അത് പ്രതീക്ഷ അറിയാമല്ലോ. സൂചിപ്പിച്ചതുപോലെ സ്ഥാപിക്കണം. ഈ 60% ടിക്കറ്റ് എടുക്കുന്നവർ പറഞ്ഞ കാര്യങ്ങൾ പറയണമല്ലോ. ഷൈജുമോൻ പറഞ്ഞു, ഇനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഒരു ആരോഗ്യമുള്ള എക്കണോമിയിൽ പ്രൊഡക്ഷനാണ് വേണ്ടത്. ഏറ്റവും രോഗാതരമായിട്ടുള്ള എക്കണോമിയാണ് ഗോൾഡിൽ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അതുപോലെ തന്നെ ലാൻഡിൽ നിക്ഷേപിക്കുന്ന അതിൻ്റെ തൊട്ടുമുകളിലുള്ള കുഴപ്പമാണ്. അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അതിനാണ് മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഒക്കെ അതിന് വേണ്ടിയാണ്. അവിടെയാണ് ലോൺ കൊടുക്കേണ്ടത്. മുദ്രാ ലോൺ കിട്ടാൻ വേണ്ടി എത്ര ആൾക്കാരാണ് ഓടി നടക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. ചൈനയിൽ നിന്ന് എല്ലാം വരേണ്ട കാര്യമില്ല, നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതിനുള്ള സഹായം കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞത്, ജോർജ് ജോസഫ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് 70 വർഷമായിട്ട് ഇവിടുന്ന് വ്യവസായങ്ങളെ ഓടിച്ച LDFും UDFും മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. ഈ റവന്യൂവിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഉപഭോക്തൃ സംസ്ഥാനമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഞാൻ പറഞ്ഞത് അതാണ്. താങ്കൾ ഈ കേന്ദ്രത്തിന്റെ റവന്യൂ വരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ അവർക്കുള്ള ഒരുപക്ഷെ കൊമേഴ്സ്യൽ ടാക്സ് മാത്രം എന്ന തലത്തിലേക്കുള്ള ആ തലത്തിൽ കൊണ്ടാക്കിയതാണല്ലോ. ആ തലത്തിൽ യാഥാർത്ഥ്യം അതാണല്ലോ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതാണല്ലോ. അതാ പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നാണല്ലോ. ഇനി അടുത്ത യാഥാർത്ഥ്യം അതായിരിക്കുമല്ലോ. വ്യവസായികളെ കളയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചപ്പോഴ് ഓർക്കേണ്ടിയിരുന്നു, ഒരു സാധനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ UDF LDFും അതിന് മറുപടി പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂവിന്റെ കാര്യത്തിൽ അവർ മറുപടി പറയണം. അല്ലാതെ ജോർജ് കുര്യൻ ഒക്കെ മാറ്റിവെക്കുക. എത്ര ദിവസം ഇനി ജനം കാത്തിരിക്കണം? എത്ര ദിവസം കൂടി സഹിക്കണം? കാരണം 50 ദിവസം പറഞ്ഞില്ല പ്രധാനമന്ത്രി എപ്പോഴാ പ്രഖ്യാപിക്കും. അല്ലല്ല, മറ്റന്നാൾ നാളെ അദ്ദേഹം കാണുമായിരിക്കാം. അതും തീരുമാനമായിട്ടില്ല. അല്ലല്ല, ഈ 50-ാം തീയതി 12 മണി ഒന്ന് കഴിയാൻ സമ്മതിക്ക്. ഒരു ഡേറ്റ് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോടെങ്കിലും പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു മാസം മുമ്പ് കൊടുത്ത അഫിഡവിറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞതുപോലെ ഈ 2 ലക്ഷം കോടി രൂപയെ അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ ഐസക് പറയുന്നത് കേട്ടോ, തോമസ് ഐസക് പറയുന്നത് കേട്ടോ, 6 ലക്ഷം കോടി അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കുഴപ്പമുണ്ടാകാൻ പോവുകയാണ്. എന്നിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ എന്നോട് പലരും ചോദിച്ചത്, റിസൾട്ട് വന്നപ്പോഴ് ആരുടെ കൂടിയ ജനങ്ങള് എന്നോട് പലരും ചോദിച്ചു, മധ്യപ്രദേശിൽ ഇലക്ഷൻ വരുന്നു, ആസാമിൽ ഇലക്ഷൻ വരുന്നു, അതുപോലെ തന്നെ ഗുജറാത്തിൽ ഇലക്ഷൻ വരുന്നു, BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. എല്ലായിടത്തും BJP ജയിച്ചത്. ശ്രീ ജോർജിനെ എത്ര നാൾ ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളടക്കം കാത്തിരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, രജീഷ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പറ്റി പറഞ്ഞല്ലോ. 8-ാം തീയതിയിലെ ഒരു പ്രഖ്യാപനം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ.
അതിന്റെ ഒരു പ്രഖ്യാപനം വരുമല്ലോ, അതുവരെ കാത്തിരുന്നാൽ മതി. യെസ് നാളത്തെ സൂര്യ ഒരു പക്ഷേ അദ്ദേഹത്തെ തൂക്കിലേറ്റി വേണ്ടി വരില്ല, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത് വ്യക്തമാണല്ലോ. അല്ല, അത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നിടം വരെ കാത്തിരിക്കുക. അതിന് മുമ്പ് അക്കാര്യത്തിൽ കേരള ഘടകം BJP-ക്കാർക്ക് പോലും സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയവും ഇല്ല. കാരണം പ്രതീക്ഷ ഇത് എന്ന് വരെയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നാളെ 7 മണിക്ക് പ്രഖ്യാപിക്കും, ഇത് എന്ന് വരെയും വേണം ശ്രീ ഷൈജിമോൻ എന്ന് ചോദിക്കുന്നു. പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചോട്ടെ, കൃത്യമായിട്ട് കാര്യം പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ഉൽപ്പാദന മേഖല ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ജനങ്ങൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഭൂമി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുകയൊക്കെയാണ്. ശരി, കറക്റ്റാണ്. അതല്ല നല്ല ഒരു ഹെൽത്തി എക്കോണമിക്ക് വേണ്ടുന്നത് അതല്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു നടപടി പെട്ടെന്ന് എടുക്കുമ്പോൾ ഈ സാധാരണ ജനം എങ്ങനെയാണ്, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച കണക്ക് നോട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളെ എത്ര പെട്ടെന്നാണ് ഇതിലേക്ക് മാറാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മാറ്റിയെടുക്കണം. ഇത് നല്ല പോളിസി ആയിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ 1 വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് തന്നെ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് കൺസെഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഓൺലൈൻ സംവിധാനത്തേക്ക് മാറ്റുക, ഗവൺമെന്റിന്റെ എല്ലാ പേയ്മെന്റുകളും ഇപ്പൊ ചെയ്ത കണക്ക് സാലറികൾ ഉൾപ്പെടെയുള്ളത് ഓൺലൈൻ മാറ്റുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നോട്ട് വിഡ്രോ ചെയ്താൽ നല്ല നയത്തെയും തുഗ്ലക് നയം പോലെ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഇത് നല്ല നല്ലതല്ലെന്ന് പറഞ്ഞില്ല. കാരണം വികസിതമായിട്ടുള്ള രാജ്യത്തിലേക്ക് ആറാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ വികസിത രാജ്യത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മള് അത് ക്യാഷ്ലെസ്സിലേക്ക് പോകണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ക്യാഷ്ലെസ്സിലേക്കൊക്കെ പോകാം, പക്ഷെ അതിന് ഷോർട്ട് ടേം ആയിട്ടുള്ള അഡ്രസ് ചെയ്യേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ശ്രീ ജോർജ് ജോസഫിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്താൻ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, അതായത് ബാങ്കുകളെ പിന്തള്ളി ഈ കഴിഞ്ഞ 50 നാൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ്, പേടിഎം പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നു. ഈ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ, കാരണം പണം കിട്ടാതെ വരുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ചില മാർഗങ്ങൾ അത് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനം നൽകേണ്ടതില്ല. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്നത് സാഹചര്യങ്ങൾ കൊത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇക്കാര്യത്തിൽ. ഇതാണ് ലക്ഷ്യമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഹോംവർക്ക് ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. മറ്റൊന്ന്, കള്ളപ്പണമടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകാത്തത് കൊണ്ടാണോ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ ഒരു കാര്യം മുൻപോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് വസ്തുതകളെ താങ്കൾ കാണുന്നത് ഇക്കാര്യത്തിൽ, ക്യാഷ്ലെസ് ഇക്കോണമി എന്ന വാചകത്തെ? അല്ല, ക്യാഷ്ലെസ് ഇക്കോണമി എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വികസിത രാജ്യത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഒന്ന്, ട്രാൻസാക്ഷനിനകത്ത് ട്രാൻസ്പെറൻസി ഉണ്ടാവണം. ആ ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നതിന് ക്യാഷ്ലെസ് ഇക്കോണമി ഏറ്റവും സഹായകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ ക്യാഷ്ലെസ് ഇക്കോണമി ഉണ്ടാക്കുന്നത് നോട്ട് പിൻവലിച്ചുകൊണ്ടാണ്. ഒറ്റയടിക്ക് നോട്ട് പിൻവലിച്ചുകൊണ്ട് ആളുകളെ ഫോഴ്സ് ടു ഡു ദാറ്റ് ഒരു തോക്കിൻ മുനയിൽ നിർത്തി ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മാറ്റുകയാണോ? നേരത്തെ ഫാദർ പീലിയാനിക്കലൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആളുകളെ സംബന്ധിച്ച് അതിനകത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. നമ്മുടേത് 135 കോടി ജനങ്ങൾ വരുന്നൊരു രാജ്യമാണ്. അതിനകത്ത് 65% ആളുകളും നിരക്ഷരരാണ്. ഇപ്പോഴും ഈ 135 കോടി ജനങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനും ജൻധൻ പോലുള്ള പദ്ധതികളൊക്കെ വന്നിട്ടും 20 കോടിയിൽ താഴെയാണ്. ബാങ്ക് അക്സസിബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ വളരെ വളരെ കുറവാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 8,000 പേർക്ക് ഒരു ബാങ്ക് ശാഖ കേരളത്തിലുണ്ടെങ്കിൽ 35,000 പേർക്ക് ഒരു ബാങ്കിങ് ശാഖയാണ് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ അടിസ്ഥാനപര സ്വീഡനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അമേരിക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ നമുക്ക് പറയാൻ കഴിയുമോ? അമേരിക്കയിൽ ആർക്കാ ശൗചാലയം ഇല്ലാത്തത്? അമേരിക്കയിൽ ആരെങ്കിലും പൊതു സ്ഥലത്ത് വെളിക്കിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ നിരനിരയായിട്ട് കക്കൂസിൽ പോകുന്ന സീൻ കാണാൻ കഴിയുമോ? സ്വീഡനിൽ കാണാൻ കഴിയുമോ? അപ്പോൾ ഈ രണ്ട് ഇക്കോണമി അങ്ങോട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കാണുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാണിച്ച് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതുകൊണ്ട് ചെറുകിട വ്യാപാര മേഖല, ചെറുകിട ഇടത്തരം വ്യാപാര മേഖല തകർന്നു പോവുകയാണ്. ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളവനെല്ലാം വരയ്ക്കുന്ന സംവിധാനത്തിലേക്ക് പോയിട്ട് മാറുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓൺലൈൻ ട്രാൻസാക്ഷനും ഡിജിറ്റൽ ട്രാൻസാക്ഷനും ഒക്കെ 30% ഗ്രോത്ത് ഈ കുറഞ്ഞ കാലയളവിൽ കൈവരിച്ചു കഴിഞ്ഞു. അതിൻ്റെ നേട്ടം കോർപ്പറേറ്റ് ശക്തികൾക്കാണെന്ന് ആലോചിക്കണം. ആ 30% ബിസിനസ് ഇടിവ് ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? സാധാരണ കച്ചവടക്കാർക്ക്. സ്വാഭാവികമായിട്ടും അവർക്ക് ജീവനക്കാരെ പറഞ്ഞുവിടുകയും കട അടച്ചു പോവുകയൊക്കെ ചെയ്യേണ്ട പരിസ്ഥിതി വരും.
അത് നേരത്തെ ഫാദർ പീലിയാനിക്കലിനെ പോലുള്ള ആളുകൾക്ക് അറിയാം കാർഷിക മേഖലയിലെ ആത്മഹത്യയുടെ കാര്യം. ഇനി ആത്മഹത്യ ഉണ്ടാവാൻ പോകുന്നത് ഇടത്തരം ചെറുകിട വ്യാപാര മേഖലയിലാണ്. പലപ്പോഴും കേരളത്തിൽ തന്നെ 2-3 വ്യാപാരികളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് മാറ്റുക. പിന്നെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഗവൺമെൻറ് കാണിക്കുന്ന ഒരു വൃത്തികേടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ ലോട്ടറി നടത്തി കൊടുക്കാറുണ്ടോ? എന്തിനാണ് ഡിജിറ്റൽ വ്യാപാരത്തിനെയും ഓൺലൈൻ വ്യാപാരത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിരവധി ഇൻസെൻറ്റീവ് സ്കീമുകൾ പ്രഖ്യാപിക്കുന്നത്, അവിടെ ലോട്ടറി നടത്തുന്നത്? ഇവിടെ സാധാരണ കച്ചവടക്കാരൻ്റെ കച്ചവടം നന്നാവാൻ വേണ്ടി ഏതെങ്കിലും ലോട്ടറി ഇന്ത്യ ഗവൺമെൻറ് വെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ലോട്ടറി വെച്ചത് ആരെയാ സഹായിക്കുന്നത്? ഇത്രയും ലോട്ടറി 500 കോടി രൂപകളൊക്കെ കുറേ കോടികളൊക്കെ ഇൻസെൻറ്റീവായിട്ട്, ആ ഇൻസെൻറ്റീവ് സ്വകാര്യ നിക്ഷേപകർക്ക് വേണ്ടി കൊടുക്കുന്നു. അല്ലെങ്കിൽ വൻകിട സ്വകാര്യ ഇത്തരം ട്രാൻസാക്ഷൻ നടത്തുന്ന വൻകിട സ്വകാര്യ കുത്തക കമ്പനികളിലെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് പെയറുടെ മണി ഉപയോഗിച്ച് ഗവൺമെൻറ് ലോട്ടറിയും മറ്റു ഇൻസെൻറ്റീവും നടത്തുന്നു. അത് വളരെ മോശമായൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് ട്രാൻസാക്ഷൻ എന്ത് ഗവൺമെൻറ് നല്ല നടപടികൾ എടുക്കട്ടെ, കൊണ്ടുവരട്ടെ. പക്ഷേ ഫ്ലിപ്കാർട്ടിനും ആമസോണിനും ജബോങ്ങിനും കച്ചവടം കൂട്ടിക്കൊടുക്കേണ്ടത് മോഡിയുടെ ഉത്തരവാദിത്വമാണ്. മോഡിയാണോ അവരുടെ ബ്രാൻഡ് അംബാസഡർ? കാരണം റിലയൻസിന്റെ ഒരു പരസ്യത്തിൽ പോലും പ്രധാന പത്രത്തിന്റെ ആദ്യ താളിൽ മോഡിയുടെ പരസ്യം മോഡി ആ ഉൽപ്പന്നത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന പരസ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇത്തരത്തിൽ സ്വകാര്യ അല്ലെങ്കിൽ പേടിഎം അടക്കം ഈ ജനങ്ങളെ അതിലേക്ക് മാറൂ എന്ന് പറയുമ്പോൾ സർവീസ് ടാക്സ് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇക്കോണമിയുടെ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കാതെ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ? അല്ല, ഈ സെൽഫോൺ വന്ന അവസരത്തിലും ATM വന്ന അവസരത്തിലും ശ്രീ ജോർജ് ജോസഫിന്റെ അടിസ്ഥാനത്തിൽ ഈ ATM എല്ലാം പൂട്ടണം, ആൾക്കാർ ബാങ്കിൽ ചെന്ന് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല അത് ശരി. അതല്ല എനിക്ക് തോന്നുന്നു ശ്രീ ജോർജ് കുര്യൻ വസ്തുതകളെ ശ്രീ ജോർജ് കുര്യൻ അടച്ചാക്ഷേപിച്ച് വളരെ പിന്തിരിപ്പനായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് പറയുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്തിനാ ലോട്ടറി എന്ന് പറഞ്ഞത്? പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ലേ? വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോട്ടറി പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എപ്പോഴാ പറഞ്ഞത്? ജനങ്ങൾ അത് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴ് പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല. അതിന്റെ ആസൂത്രണത്തിലെ പിഴവാണ്. ശ്രീ നല്ല നയമാണെന്ന് ശ്രീ ജോർജ് നല്ല നയമാണെന്ന് ATM-ലും കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലതാണെന്ന് തന്നെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രീ ജോർജ് ജോസഫ് ഒരു തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ശ്രീ ജോർജ് ജോസഫ് അക്കാര്യത്തിൽ ഒരു തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. എന്താണ് താങ്കൾ പറഞ്ഞ വസ്തുത? അല്ല, തീർച്ചയായിട്ടും ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മാറണം എന്ന് തന്നെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് നമ്മളത് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം നികുതി വെട്ടിപ്പ് തടയുന്നതിനും നികുതി ചോർച്ച തടയുന്നതിനും നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷനിൽ നമ്മുടെ കൊമേഴ്സ്യൽ ഇടപാടുകളിൽ നിശ്ചയമായും ഉണ്ടാവേണ്ട ട്രാൻസ്പെറൻസിയാണ്. ആ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ ഏറ്റവും സഹായകരമായൊരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ ആദ്യം എൻ്റെ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞത്. പക്ഷെ അത് നടപ്പാക്കുന്നതിന് ഒരു തോക്കിൻ മുനയിൽ നിർത്തി നിങ്ങൾ ഉടനെ തന്നെ ഇതിലേക്ക് മാറൂ എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ലക്ഷോപലക്ഷം ആളുകൾ തകർക്കുന്നു. അതിന്റെ ഗുണം കിട്ടുന്നത് കോർപ്പറേറ്റുകൾക്കാണ്. അപ്പൊ അവിടെ അവരാണ് തകർന്നു പോകുന്നത്. അവരാണ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വിപ്ലവം വരും. കോർപ്പറേറ്റിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണല്ലോ. ഇന്ത്യയില് കോർപ്പറേറ്റുകളെ എല്ലാം സൃഷ്ടിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നിടം വരെ ഇവിടെ കോർപ്പറേറ്റ് ഇല്ലായിരുന്നു, ഇവിടെ റിലയൻസ് ഇല്ലായിരുന്നു. അഡാനി എപ്പോ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദിന്റെ മുഖ്യമന്ത്രി. അന്ന് നമ്മുടെ VS-ഉം മറ്റേ നമ്മുടെ ആ ദല്ലാളിന്റെ കൂടെ പോയി കാണുന്ന കണ്ടു. അപ്പൊ അവരെല്ലാരും അത് മോഡി വന്നിട്ട് കൊണ്ടുവന്നാണ് കോർപ്പറേറ്റുകളെ. ഇതെന്തൊരു അവസ്ഥയാണ്! സാമ്പത്തിക വിദഗ്ധർ പോലും ഇങ്ങനെ ശ്രീ തങ്കച്ചൻ, അതായത് ഇനി യാഥാർത്ഥ്യം എന്താണ്? കാരണം ലോങ് റണ്ണിങ്ങിൽ, കാരണം നമുക്കൊന്ന് ശ്രമിച്ചാൽ പരിഷ്കരണ നടപടികൾ ഫലം കണ്ടാൽ ഒരുപക്ഷെ ഏറ്റവും വളർച്ചാ നിരക്കുള്ള ഒരു രാജ്യമായി ഇത് മാറില്ലേ
എന്ന് പല സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷമിക്കേണ്ട സാഹചര്യം, ക്ഷമിച്ചാൽ ലോങ് റണ്ണിങ്ങിൽ പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണ് നമ്മളോട് പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്, ധനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ RBI ഗവർണർ ഡിസംബർ 29 പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് സെഡ് ദ പ്രിസൈസ് ഇമ്പാക്ട് ഓഫ് ദ വിഡ്രോവൽ ഓഫ് സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് ഓൺ ദ എക്കണോമി മേ ബി ഡിഫിക്കൽട്ട് ടു ക്യാപ്ചർ അറ്റ് ദിസ് സ്റ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ലോങ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ലോങ്നെസ്സിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഇതിൽ നിന്നുള്ള റിക്കവറി. അവിടെ അതായത് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് അവിടെ. അതാണ് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോഴെങ്ങനെയാ പറയുന്നത്? അല്ല, ശ്രീ ജോർജ്, ഇതെങ്ങനെ വിലയിരുത്തുന്നത്? ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണോ വിലയിരുത്തുന്നത്? ഗവർണർ അല്ല, അത് സാങ്കേതികമായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിനോട് ഹൈപ്പോത്തറ്റിക്കൽ ആകുന്നത് ഹൈപ്പോത്തറ്റിക്കൽ അല്ല ശ്രീ ജോർജ് കുര്യൻ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമല്ലത്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ? വരും. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ചെയ്യുന്നത് കൊള്ളുന്നിടം കൊണ്ട് ചെറുക്കുക. അദ്ദേഹം ഈ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം അന്ന് പറഞ്ഞില്ലല്ലോ ക്യാഷ്ലെസ് സൊസൈറ്റി അന്ന് പറയണമായിരുന്നു. ഇത് നമ്മൾ ഇന്ന സ്റ്റെപ്പിലാണ് പോകുന്നത് എന്ന് അതായത് ലക്ഷ്യം വ്യക്തമല്ല. ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയോ ഒരു രാജ്യമോ ഒരു ഗവൺമെന്റോ ഇത് സ്റ്റഡി നടത്താതെ നടപ്പിലാക്കി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയാം ഒരു കാര്യം, പിൻവലിച്ചപ്പോൾ എന്തായിരുന്നു ഒരു കാര്യം സാഹചര്യം എന്തായിരുന്നു? ഉണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഉണ്ട്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്നതും ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് നടപ്പിലാക്കുന്നതുമാണ്. ഇപ്പൊ ഈ നോട്ട് പിൻവലിച്ചത് വഴി ഫിസ്ക്കൽ സ്പേസ് ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത്. അതായത് ഈ ഇടിവ് വഴി ഒരു 2-3 ലക്ഷം കോടി രൂപയുടെ ഫിസ്ക്കൽ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ബഡ്ജറ്റിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ജനുവരിയിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് നമ്മളും ബഡ്ജറ്റ് കേരള ഗവൺമെന്റ് മാറ്റിവെച്ചത്. കാരണം ആ ബഡ്ജറ്റിലൂടെ ഒരു 3 ലക്ഷം കോടി രൂപ അധികമായിട്ട് ഇൻഫ്യൂസ് ചെയ്യണം, ഗവൺമെന്റ് ഇൻഫ്യൂസ് ചെയ്യണം. അത് കൺസെഷൻസ് ആവാം, ടാക്സ് സോപ്സ് ആവാം, ന്യൂ വെഞ്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാവാം, വെൽഫെയർ സ്കീം. ആൾക്കാരുടെ കയ്യിൽ പണം എത്തിക്കണം. ആ പണം എത്തിക്കാനായിട്ട് എന്ത് നടപടികൾ ഇനി ഗവൺമെന്റ് എടുക്കുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് മോണിറ്ററി പോളിസിയുടെ സമയം കഴിഞ്ഞു. അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഗവൺമെന്റ് ഇതിനെ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ഇനി നമ്മുടെ ലോങ് ടേമിലെ സസ്റ്റൈനബിലിറ്റി. തീർച്ചയായിട്ടും അത് നന്നായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. തീർച്ചയായിട്ടും അത് വേൾഡ് ബാങ്കും എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടേമിൽ ഈ അനുഭവിക്കുന്ന ഹാർഡ്ഷിപ്സ് ആണ് പ്രശ്നം. അടുത്തൊരു പ്രശ്നം അല്ല, അത് ശരിയാണ്. അപ്പോഴത്തേക്ക് അതാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, ഷോർട്ട് ടേമിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് കുറെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഇനിക്വാളിറ്റി നോക്കിക്കോളൂ. നമ്മുടെ ഗ്രോത്ത് ഉണ്ടായ മാത്രം പോരാ, 8%, 9% ഗ്രോത്ത് ഉണ്ടായി. പക്ഷേ ഗ്രോത്ത് ഉണ്ടാകുന്നതിൽ 60% ആൾക്കാർക്ക് ഗ്രോത്ത് കിട്ടുന്നില്ല. അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന 60% ആൾക്കാർക്കും 13% കിട്ടുന്നത് രാജ്യ വരുമാനത്തിന്റെ. ബാക്കി 20% ആൾക്കാർക്കാണ് 80%-ഓളം വരുമാനവും പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു എക്കോണമിയിൽ ബ്ലാക്ക് മണി കുറച്ചുകൊണ്ടുവന്ന് ഡിജിറ്റലൈസേഷൻ കുറേയൊക്കെ മൂവ് ചെയ്താൽ ഇനിക്വാളിറ്റി കുറയ്ക്കാൻ പറ്റും, വാല്യൂ ഓഫ് മണി കൂടും, ആൾക്കാർക്ക് കിട്ടുന്ന പണത്തിന് മൂല്യമുണ്ടാവും. ആ മൂല്യം ഉണ്ടാകുമ്പോൾ എക്കോണമിയിൽ ലോങ് റണ്ണിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, ടാക്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട്, ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ ഒരുപാട് അവന്യൂസ് ഉണ്ട് ടാക്സ് കളക്ട് ചെയ്യാൻ. ടാക്സ് പക്ഷേ ടാക്സ് റേറ്റ് കൂടിയെന്ന് ഇന്നലെ അവകാശപ്പെട്ടത് ശരിയല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്ന റേറ്റും ഇപ്പോഴത്തെ റേറ്റുമാണ് നോക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ മാസമോ ഡിമോണിറ്റൈസേഷൻ മുമ്പുള്ള റേറ്റ് അല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്ന റേറ്റും ഇപ്പോഴത്തെ റേറ്റുമായിട്ട് കുറവാണ്. കൂടാതെ അടുത്ത വേറൊരു കാര്യം, ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഗവൺമെന്റ് ടാക്സ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഡിസംബർ ജനുവരിയിലാണ് ടാക്സ് കൂടുതലായിട്ട് വരുന്നത്. അതും കൂടാതെ ടാക്സസ് എല്ലാം നമ്മുടെ നിരോധിച്ച നോട്ടിൽ നടപ്പിലാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആൾക്കാർ അതിൽ കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നോക്കൂ, പല സ്റ്റേറ്റുകളിൽ വരുമാനം കിട്ടുന്നില്ല. മുൻകൂറായിട്ട് ടാക്സ് പേ ചെയ്യുക. ഇൻകം ടാക്സുകാർ എന്ത് ചെയ്യും? ഒളിച്ചിരുന്ന ഇൻകം ടാക്സുകാരെല്ലാം ഇവേഡ് ചെയ്ത ആൾക്കാരെല്ലാം പേ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ടാക്സിന്റെ വരുമാനം കൂടിയതായിട്ട് കാണിക്കുന്നത്. പക്ഷേ അത് കേന്ദ്ര ഗവൺമെന്റ് മേക്കപ്പ് ചെയ്യാനായിട്ട് ബ്ലാക്ക് മണിയോ അല്ലെങ്കിൽ ഈ ആംനസ്റ്റി സ്കീമുകളോ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അതില്ല. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ അംഗീകരിക്കുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് പണം അടച്ചു, അവർ കൂടുതൽ കാണിച്ചു എന്നൊക്കെ പറയാം. എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്?
അത് ഞാൻ സമ്മതിച്ചു. മോണിറ്റൈസേഷൻ്റെ മുമ്പ് അതിന് ശേഷമുള്ളതാണ് കമ്പയർ ചെയ്തത്. അത് പറഞ്ഞിട്ടുണ്ട്, അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി, ഞാൻ ഇപ്പം ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം ഡയറക്റ്റ് ടാക്സ് റെയ്ഡ് ചെയ്തൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് ഒരുപക്ഷെ അവർ രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ ഇത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ 43% വർധന വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ അതാണ് എന്നിട്ട് അരുൺ ജെയ്റ്റ്ലി എടുത്ത് പറഞ്ഞത്, ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്. കാരണം ഇത്രമാത്രം ഇടിവുണ്ടാവില്ല, ഉൽപാദനം ഉണ്ടായിരിക്കും. തീർച്ചയായും ഇനി ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഞാൻ ഫാദറിലേക്ക് എത്താം. ഇനി നിങ്ങൾ, അതായത് ഇനിയും പരിഷ്കരണങ്ങൾ ഉണ്ടാക്കാം. അതായത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു വരും ദിവസങ്ങളിൽ അത് കാണാം പല മേഖലകളിൽ. അവിടെ ഒരു പ്രതിപക്ഷത്തിനൊരു റോളില്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നു. നിങ്ങൾക്കൊരു പ്രതിരോധം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ യുദ്ധരംഗത്ത് എതിർക്കേണ്ട ആൾ ഈ പാർലമെന്റിനകത്തൊന്ന് വന്നു കിട്ടണ്ടേ? ഈ നടക്കുന്ന ചർച്ചകളിലൊന്നും അദ്ദേഹം വന്ന് നിന്ന് കഴിഞ്ഞേ സംസാരിക്കാൻ. അദ്ദേഹം വരുന്നത് അദ്ദേഹം പാർലമെന്റ് ചുറ്റും കിടന്ന് ഓടുകയാണ്, കറങ്ങി സെൻട്രൽ. നിങ്ങൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോഴും ചോദിച്ച, ഇന്നലെയും ചോദിച്ചത്, ഞാൻ ഉന്നയിച്ച ആരോപണത്തിൽ എന്നെ കൊച്ചാക്കുന്നു, എന്നെ കളിയാക്കുന്നു എന്നൊക്കെ പറയുന്നു. കളിയാക്കിക്കും, അത് നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ട അദ്ദേഹത്തിന് പറയാം, കളിയാക്കാൻ അറിയാം, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഇതൊക്കെ വെച്ചിട്ടൊക്കെ കളിയാക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി പറയാത്തതെന്നാണ് ചോദിക്കുന്നത്. അതെന്താ അദ്ദേഹം പറയാത്തത്? പാർലമെന്റിനകത്ത് എന്തുകൊണ്ട് അവസാനം ആദ്യം പറഞ്ഞ എന്താ, പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ, പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് നടത്താൻ സമ്മതിച്ചില്ല. അവസാന നാളുകളിൽ ഭരണകക്ഷിയല്ലേ പാർലമെന്റ് സമീപിച്ചത്. നിങ്ങളുടെ ഈ ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ JDU അല്ലെങ്കിൽ എല്ലാ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ ശക്തമായ സമരത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പ്രധാനമന്ത്രി ചെന്നെത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിയുടെ ഞാനും എന്റെ 40 ആളുകളും എത്ര അകത്തുള്ള ബന്ധം? പ്രധാനമന്ത്രി പുറത്താ, ഞാൻ പുറത്താ. പ്രധാനമന്ത്രി അകത്തുനിന്ന് ചർച്ച ചെയ്തൊരു പങ്കെടുത്ത് എന്തുകൊണ്ട് ഇത്രയും ഒരു രാജ്യത്തെ ഇത്രയും മുൾമുനയിൽ നിർത്തിയ ഒരു തീരുമാനം എടുത്തതിനെ കുറിച്ച് എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആ പാർലമെന്റിനകത്ത് ആ രാഷ്ട്രീയ ചോദ്യത്തിന് എന്തായാലും ജോർജ് കുര്യൻ പറയും. ഫാദർ, അവസാനമായി ഫാദറിലേക്ക്, ഈ കാർഷിക മേഖലയിലെ ഈ ഞെട്ടൽ തളർത്തും വരും ദിവസങ്ങളെ, അതിനെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ സാഹചര്യങ്ങളാണോ ആലപ്പുഴയിൽ കുട്ടനാടടക്കം നെൽകർഷകരൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്? യാഥാർത്ഥ്യം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അവസാനമായി. ഈ നെൽകൃഷി മേഖലയിലും അതുപോലെ തന്നെ എല്ലാ കാർഷിക മേഖലയിലും ഈ കർഷകർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പണമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആദ്യ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ 5 ലക്ഷം ഈ ഭൂരഹിതരുടെ പാട്ടകൃഷിക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കണം, തരിശുഭൂമിയെല്ലാം കൃഷി ചെയ്യണം. ഞാൻ 10,000-കണക്കിന് കർഷകരെ അങ്ങനെ പാട്ടകൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം ഇവർ കൃത്യമായിട്ടും ഈ ലോൺ അടയ്ക്കേണ്ടത് നവംബറിലും ഡിസംബറിലും അടയ്ക്കേണ്ട തീയതികളിൽ 1 വർഷം ആകുന്നു. അവർ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പണമില്ല, നെല്ലിൻ്റെ കാശ് കിട്ടാൻ വൈകുന്നുണ്ട്. അങ്ങനെ പണയം വെച്ചാൽ പോലും പൈസയില്ല. ഇവർ ലോൺ കൃത്യം അടയ്ക്കാത്തതുകൊണ്ട് അവർ കുടിശ്ശികക്കാരാകുകയും 4% എന്നുള്ള 12% വരെ പോകുന്നുണ്ട്. ഞാൻ അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. ഏതായാലും കഴിഞ്ഞ ആഴ്ചയിൽ അതിനൊരു സാവകാശം തന്നു, 60 ദിവസത്തേക്ക് തന്നിരിക്കുന്നു. പക്ഷേ ലോൺ പുതുക്കി കിട്ടുന്നതിൻ്റെ താമസം. 5 ലക്ഷം രൂപ 24,000 വെച്ച് കിട്ടിയാൽ കൊയ്ത്താകുമ്പോഴായിരിക്കാം അവസാനം കിട്ടുക. അപ്പം നമുക്കിപ്പം വളമിടണം, ഇപ്പം കീടനാശിനി അടിക്കണം, ഇപ്പം കൂലി കൊടുക്കണം, അതിന് പണമില്ല. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തോടും പറയേണ്ടത്, ഒരു നിർദ്ദേശം വെക്കുക. കാർഷിക മേഖല പോലെയുള്ള ദിവസവും നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമുള്ള മേഖലയാണ്. അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൂടുതൽ പണം ഈ പിൻവലിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ ഈ മേഖല തളരാതെ പോകും. ഇത് കാർഷിക മേഖല തന്നെയല്ല, ഇതുപോലെ താഴെ ഞാൻ പറഞ്ഞ ദുർബല വിഭാഗങ്ങൾക്കെല്ലാം ഉള്ളതാണ് ഈ വിഷയങ്ങൾ. അത് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല തളർന്നു പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരാൾ 24,000 രൂപ പിൻവലിക്കാൻ പോകണമെങ്കിൽ ഒരു ദിവസത്തെ പണി മുഴുവൻ മെനക്കെടണം. 500 രൂപ 700 രൂപ കൂലി കിട്ടേണ്ട പണി ഉപേക്ഷിച്ചിട്ടാണ് ഈ രൂപ പിൻവലിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചെല്ലുമ്പോൾ നോട്ടില്ലെങ്കിൽ നാളെ വരാൻ പറയും. അപ്പോൾ ഈ പ്രതിസന്ധി മാറ്റിയിട്ട് ഈ ഉൽപ്പാദന മേഖല, പ്രത്യേകിച്ച് ഭക്ഷ്യോൽപാദന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകൾക്കും തളർച്ച വരാതെ ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ കൂടി ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ ശ്രീ ജോർജ് കുര്യൻ BJP അക്കാര്യത്തെ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളും. ശ്രീ ജോർജ് കുര്യനിലേക്ക് ശരത്ചന്ദ്ര പ്രസാദ്, രാഷ്ട്രീയമായ അവസാന ഘട്ടത്തിലേക്ക്. അതായത് ഇനിയും പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാകും. ആ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഈ പരിഷ്കാരങ്ങൾ നടത്തിയിലെ ഹോംവർക്കില്ലായ്മ പ്രകടമായി കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയുള്ള
പല പരീക്ഷണങ്ങളും ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ളവർ എന്തായാലും ഇന്ന് സമരം അവർ നടത്തി, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി. അല്ല, ഈ ഹോംവർക്കിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ വെനുസ്വേലയിൽ കഴിഞ്ഞ ദിവസം നോട്ട് റദ്ദാക്കിയിട്ട് പിൻവലിച്ചു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 475% അവിടെ ഇൻഫ്ലേഷൻ. നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന അവസരത്തിൽ ഏതാണ്ട് 11% ഇവിടെ നാണിപ്പെരുപ്പം. 4% ആയതിനു ശേഷമാണ് ഈ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ നമ്മുടെ വിദേശ നാണ്യ നിക്ഷേപം 300 കോടിയായിരുന്നത് 298 കോടിയായിരുന്നത് ഏതാണ്ട് 368 കോടിയായതിനു ശേഷമാണ് ഡിമോണിറ്റൈസേഷൻ ബന്ധം. അതായത് രൂപയുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിലേക്ക് കൊടുത്തിട്ട് തടയാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ 5.8% നമ്മുടെ ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി, അത് 0.1% ആയപ്പോഴാണ് ഇത് ഏർപ്പെടുത്തിയത്. അതുപോലെ നമ്മുടെ ഉൽപ്പാദനം ഏതാണ്ട് 7.6% എത്തി. അത് കുറച്ച് തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം നടപ്പിലാക്കുന്ന അവസരത്തിൽ. ഫാദർ പറഞ്ഞതുപോലെ ഈ സാധാരണക്കാരന് വളരെ കഷ്ടപ്പാട് ചില കർഷകർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഇത്രയും വലിയ കഷ്ടപ്പാടുണ്ടായിട്ട് നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു, അതുകൊണ്ട് നമിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ആ കഷ്ടപ്പാടിനെ കണ്ടില്ല. അങ്ങനെ ഒരു യാചനയാണോ നാളെയും കേൾക്കാൻ പോകുന്നത്? അല്ല, അങ്ങനെ ഒരു യാചനയായിരിക്കുമോ നാളെയും നരേന്ദ്രമോദി നടത്താൻ പോകുന്നത്? അല്ലല്ല, എല്ലാവരും അല്ലല്ല, BJP-ക്കാർ മാത്രം കേരളത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു, അതുകൊണ്ടാണ്. അതായത് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ജോർജ് കുര്യനെ പോലെയുള്ള ഡൽഹിയിൽ ബന്ധമുള്ള ആളുകളെങ്കിലും ഒന്ന് തുറന്നു പറയണം. അല്ലല്ല, നാളെ ശ്രീ ജോർജ് കുര്യൻ നാളെ ജനം എന്ത് അനുവദിക്കൂ. അതായത് അതിനുശേഷം നവംബർ മാസം 1-ാം തീയതി നിങ്ങളുടെ കരട് ലിസ്റ്റ് ആണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഭക്ഷ്യ സുരക്ഷാ ബില്ല് തോമസ് വാസിന്റെ സമയത്ത് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ശരത്ചന്ദ്ര പ്രസാദിനറിയാം, UPA-യുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും കൂടെ പാസ്സാക്കിയതാണ്. ഇവിടെ 2 കൂട്ടരും കൂടെ പാസ്സാക്കിയില്ല കേരളത്തില്. എല്ലാം കൂടെ നമുക്ക് സമയക്കുറവുണ്ട്. നാളെ അല്ല, ഒരു ഉറപ്പ് ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ വാജ്പേയിയുടെ കാലത്തടക്കം അല്ല എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഉറപ്പ് ഈ നമ്മളെ കേൾക്കുന്ന ജനങ്ങൾക്ക് നാളെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്തായാലും സൂചനയെങ്കിലും. തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട. അതാണ് ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞത്. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, എന്റെ ഒരു പേപ്പർ കിട്ടിയിരിക്കുന്നു. പേപ്പർ കിട്ടിയിരിക്കുന്നു, ആർക്കും അറിയില്ല. ശരത്ചന്ദ്ര പ്രസാദ്, നാളെ കൂടി ഒന്ന് കാത്തിരുന്നൂടെ? സമരം ഒന്ന് ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് നാളെ കൂടി കാത്തിരിക്കുകയാണ്. കാരണം ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ വീട്ടുജോലിക്കാരുടെ മകനായ ചായക്കടക്കാരനായ പ്രധാനമന്ത്രി വീട്ടുജോലിക്കാരെ ഇപ്പോൾ ക്ഷമിപ്പിക്കുന്നു, ചായക്കടയൊക്കെ അടച്ചുപൂട്ടിപ്പിക്കുന്നു, മുറുക്കാങ്കട അടച്ചുപൂട്ടിക്കുന്നു, പലവ്യഞ്ജനക്കട അടച്ചുപൂട്ടിക്കുന്നു, ബാർബർ ഷാപ്പിൽ പോലും കച്ചവടമില്ലാത്ത സ്ഥിതിയിലാക്കിയിരിക്കുന്നു. ഇതിനൊരു മോചനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമെന്ന് കാത്തിരിക്കാം നമുക്ക്. ജോർജ് ജോസഫും അങ്ങനെ കാത്തിരിക്കുക. അദ്ദേഹത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടും ഒപ്പം ഡോക്ടർ ഷൈജുമോൻ, തങ്കച്ചൻ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെ നേരത്തെയും തുടക്കം മുതൽ ചർച്ചയിൽ പങ്കുചേർന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ.